നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? ഷെൽട്ടൺ. ഓക്കെ ചേട്ടാ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഇത് നടക്കും. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രീതിയിൽ ഇപ്പോൾ ഒരു ശ്രദ്ധ ഉള്ളൊരു പഞ്ചായത്താണ് പള്ളിപ്പുറം പഞ്ചായത്ത്. ഈ മൊനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏറ്റവും ശ്രദ്ധ ലഭിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഈ മൊനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ കൺവീനർ ആയിട്ടുള്ള ജോസഫ് ബെന്നി എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളൊരു വാർത്ത കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ താങ്കളെ പോലുള്ള ആളുകൾ, ഈ മൊനമ്പം സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന താങ്കളെ പോലുള്ള ആളുകളുടെ പ്രതികരണം എന്താണ്? അതായത് ശരിക്കും പറഞ്ഞാല് ബെന്നിനെ പോലുള്ള ആൾക്കാർ അങ്ങനെ തന്നെ ചെയ്യണം. എന്താന്ന് വെച്ചാല് പാർലമെന്റില് വഖഫ് ബില്ലിന് എതിരെ കോൺഗ്രസിന്റെ ആൾക്കാർ കൈപൊക്കിയപ്പോൾ 18 എംപിമാരും കൈപൊക്കിയപ്പോൾ ഇദ്ദേഹം, അതായത് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ നിന്ന ഏറ്റവും വലിയ ശക്തി കോൺഗ്രസ്സുകാരാണ്. ആ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം നേടുന്ന രീതിയിൽ ഇയാൾ നിന്നെങ്കിൽ ഇയാൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ചാരനല്ലേ. കാരണം എന്താന്ന് വെച്ചാല് ഇദ്ദേഹം ഈ സമരസമിതിയുടെ സമരം തുടങ്ങുമ്പോൾ, ഭൂസംരക്ഷണ സമിതിയുടെ സമരം തുടങ്ങുമ്പോൾ LDFന്റെ ആളായിരുന്നു, പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളായിരുന്നു. ഇതിനിടയിൽ ആരൊക്കെയോ പറഞ്ഞു ഇദ്ദേഹത്തിന് വീട് കിട്ടി, സ്ഥലം കിട്ടി, കോൺഗ്രസ്സുകാർ അത് ചെയ്തു ഇത് ചെയ്തു. അതിപ്പോ യാഥാർത്ഥ്യമാവുന്ന രീതിയിലേക്ക് എത്തി. മക്കള് UK-ലെത്തി, ഇദ്ദേഹത്തിനും ഭാര്യയ്ക്കും എപ്പോഴെങ്കിലും പോവാവുന്ന സ്റ്റാറ്റസിലും എത്തി. കാരണം അപ്പൊ ബാക്കിയുള്ള ഞങ്ങളെ പോലുള്ള ജനങ്ങളെ, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ മൊത്തം ചതിച്ച ദുഷ്ടനും നീചനുമായ ഈ വ്യക്തി ഇതുപോലെ സ്ഥാനത്ത് വന്നാല ഞങ്ങളുടെ ഇടയിൽ കുറെ ആൾക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. ഇപ്പോഴും ഇദ്ദേഹത്തിനെയൊക്കെ തോളിക്കേറ്റി വെച്ച് നടക്കണം കുറെ ആൾക്കാർ. അപ്പൊ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ കോൺഗ്രസിന്റെ തന്നെ സ്ഥാനാർത്ഥി. കാരണം വഖഫ് ബില്ലിനെതിരെ ഞങ്ങൾക്കെതിരെ സംസാരിച്ച ടീമാണ് ഇവര്. അപ്പൊ ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ എല്ലാത്തിനും കാരണക്കാരി കോൺഗ്രസ്സുകാരാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതിന്റെ തന്നെ സ്ഥാനാർത്ഥിയാവുമ്പോൾ വെയില് തന്നെ വിളവ് തിന്നും. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ മുനമ്പത്തെ ജനങ്ങൾ ഇതേത് തരത്തിലായിരിക്കും കാണുക? ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു സംഭവം പുറത്തു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മുനമ്പം ജനതയുടെ ഒരു പ്രതികരണം എന്തായിരിക്കും? അതായത് ഈ ജോസഫ് ബെന്നി എന്ന് പറയുന്ന ആൾക്കാരാ സോഷ്യൽ മീഡിയക്കോ സാമൂഹ്യ മാധ്യമങ്ങൾക്കോ അറിയില്ല. ഞങ്ങൾ ജനങ്ങൾക്കേ അറിയാവൂ. കാരണം ഇദ്ദേഹം ചെറുപ്രായം തുടങ്ങി ഉടായിപ്പിന്റെ ഉസ്താദാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ പല കേസുകളും ഉണ്ട്. കൊലപാതക കേസിൽ വരെ ഇദ്ദേഹം പ്രതിയാണ്. അതിന് ശിക്ഷ എപ്പോ വേണമെങ്കിലും ആവാം. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കോൺഗ്രസ്സുകാർ എന്ത് കണ്ടിട്ടാണ് ഇദ്ദേഹത്തിനെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഞങ്ങൾക്കറിയില്ല. പിന്നെ കൊടുക്കാൻ കിട്ടിയില്ലെങ്കിൽ ചവിട്ടി കയറുക. കാരണം BJPയുടെ ഇപ്പോഴത്തെ പ്രസരണവും ജനങ്ങളുടെ ഉള്ളിലേക്കുള്ള BJPയുടെ വളർച്ചയും ക്രിസ്ത്യാനിറ്റിയിലുള്ള ആൾക്കാരെല്ലാവരും BJPയിലേക്ക് അഹോരാത്രം പലായനം ചെയ്യുന്നു എന്നുള്ള ആ ഒരു ചിന്താഗതി വന്നപ്പോൾ ഇവർക്ക് നിൽക്കക്കളില്ല. അപ്പൊ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക. കൂട്ടത്തിൽ നിന്ന് ഒരുത്തനെ എടുത്ത് എന്താ പറയാ, വെട്ടാൻ പോകുന്ന ആടിനെ പ്ലാവല കാണിച്ച മാതിരിയുള്ള ഒരു അവസ്ഥയാണ് ബെന്നിക്ക് കൊടുത്താക്കുന്നത്. ബെന്നിയുടെ അവസ്ഥ എന്താവും എന്നുള്ളത് ദൈവത്തിന് അറിയാം. ചേട്ടാ നമസ്കാരം. പേരെന്തായിരുന്നു? എന്റെ പേര് ജോസി. ഓക്കെ ചേട്ടാ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അതിന് ഏത് തരത്തിലാണ് കാണുന്നത്? ഞങ്ങളെ കുറച്ച് പെട്രോൾ മേടിച്ച് അവൻ കത്തിക്കുന്നതാണ് നല്ലത്, ഇതിനാണ് നല്ലത്. അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് ഇവനീ കോൺഗ്രസ്സുകാരാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നിന്ന് കളിക്കണത്. ഇന്നലെ വരെയും ഇവിടെ വന്നിട്ട് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞിട്ട് അസൽ കോൺഗ്രസിന്റെ ആളാണ് അവിടെ നിന്ന് സംസാരിച്ചത്. അപ്പൊ ഇത് പൂർണ്ണമായിട്ട് മുൻപത്തെ ജനത ഇതിനെ എതിർക്കുന്നാണോ പറയുന്നത്? എതിർക്കും, തീർച്ചയായിട്ടും എതിർക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് നിൽക്കണവൻ വേറെ കോൺഗ്രസിലോട്ട് നിന്നുണ്ട് ഇവൻ പോണെന്ന് പറയുമ്പോ തന്നെ എതിരാനല്ല, കോൺഗ്രസ്സുകാരാണല്ലോ ഇത് ജയിച്ചുകൊണ്ടിരിക്കണത്. ആ കോൺഗ്രസിലോട്ട് തന്നെ ഇവൻ ഒരു സ്ഥാനത്തോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ പിന്നെ എതിരുണ്ടാവൂലേ. ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി ബില്ലിനെ വലിയ രീതിയിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും പാർലമെന്റിനും പുറത്തും അതിനുശേഷമുള്ള ചർച്ചകളെല്ലാം തന്നെ എതിർത്തുകൊണ്ടേയിരുന്നത്. വഖഫ് ഭേദഗതി ബില്ല് കൊണ്ട് മുനമ്പം ജനതയ്ക്ക് ഒരു പ്രയോജനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് കോൺഗ്രസിനെതിരെ വലിയ നിലപാടെടുത്ത മുനമ്പത്തെ ജനത ഈ ഒരു വിഷയത്തെ അംഗീകരിക്കുമോ? അംഗീകരിക്കില്ല. ഈ ഒരു വിഷയത്തെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞായിട്ട് മനസ്സിലാക്കണ അവര് അംഗീകരിക്കില്ല. പിന്നെ എന്ത് പറഞ്ഞാലും ഈ അടിമയായിട്ട് നിൽക്കണവര് അതിനാ നിൽക്കുള്ളു. ഇതിൻ്റെ അകത്ത് സത്യസന്ധമായിട്ട് നിൽക്കണവര്, ഇത് ഈ ചാനല് ഈ വാർത്ത ഒക്കെ കേൾക്കണവര് ഇത് മനസ്സിലാക്കും, ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. ഇവന്റെ കാര്യവും ഈ ഇതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കണ കാര്യമൊക്കെ മനസ്സിലാക്കും. ഈ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ വാർത്ത കേട്ടിട്ട് എങ്ങനെയാണ് ഏട്ടാ, ഞെട്ടലുണ്ടോ? അവനെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്.
കോൺഗ്രസ് പാർട്ടി ആണ് ഇവിടെ ഈ നാടിനെ ചതിച്ചേക്കണ്. ആ നാടിനെ ചതിച്ച ടീമിന്റെ ആളായിട്ട് അവൻ നിൽക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയായാലും ഈ ഞങ്ങളെല്ലാവരും ചതിക്കാനല്ല അവൻ. ഇവർക്ക് നേരത്തെ തന്നെ ഇതിനോട് ഇങ്ങനെ ചെയ്യണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഇലക്ഷൻ വന്നപ്പോൾ അവനൊക്കെ അതിനെ വിട്ട് നിർത്തിയാക്കണത്. കാരണം ഇവര് ഈ വഖഫ് ബില്ലിനെ എതിർത്ത് ഞങ്ങൾക്ക് അനുകൂലമായി വരേണ്ട സാധനം BJP അവിടെ ഒരു വഖഫ് ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്ത് സംസാരിച്ച ടീമാണിത്. ആ ടീമിന്റെ കൂടെ നിന്നുകൊണ്ടാണ് ഇവൻ അവരുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് ഇത് നേരത്തെ അറിയാം. ഇവൻ ചെറുപ്പത്തിലേ തുടങ്ങി ഇവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഉടായിപ്പിന്റെ ഉസ്താദ് അന്ന് മറ്റേ അദ്ദേഹം പറഞ്ഞ ശരിയാണ്. ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് അറിയാം. പക്ഷെ സോഷ്യൽ മീഡിയയിലുള്ളവരെ മറ്റുള്ളവർ പുറത്തുള്ളവർക്ക് ഇവൻ അറിഞ്ഞൂടാ. അവര് വാനോളം പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. അവൻ സംസാരിക്കുമ്പോ ചടുതല് നല്ല നല്ല രീതിയിൽ അങ്ങനെ സംസാരിക്കും. ഞങ്ങൾക്ക് അത്രയും സംസാരിക്കാനുള്ള ചടുതലൊന്നും ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഇവനെ ആ വിധത്തിൽ ആള് അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവനെ ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കൃത്യമായിട്ട് എതിർത്ത് നിലപാടെടുത്താണ്. അതിലൊരു സംശയമില്ലാത്ത രീതിയിൽ ചെയ്യുന്നു. വഖഫ് ബോർഡിന്റെ നേതാക്കന്മാരുമായിട്ടടക്കം സംസാരിക്കുന്നു. ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകളുമായിട്ട് ഒരുപാട് ചർച്ചകൾ നടത്തുന്നു. അപ്പൊ ഈ മുൻപൻ ജനതയ്ക്ക് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു പ്രത്യേകിച്ചൊരു വില പോലും നൽകാത്തൊരു സാഹചര്യം ഉണ്ടായി. എന്നിട്ടും ഈ ഒരു സമരസമിതിയുടെ കൺവീനർ ഈ ഒരു സ്ഥാനത്തേക്ക് വന്നാൽ മുൻപത്തെ ജനതയോട് വോട്ട് ചോദിക്കുമ്പോൾ ഇവർ ഏത് തരത്തിലായിരിക്കും ഇവരോടൊരു പ്രതികരണം ഉണ്ടാവുക? ഇവിടെയുള്ള പെണ്ണുങ്ങൾ ചിലപ്പോൾ ആട്ടിയിറക്കും ഇവന് വോട്ടും ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ. ഞങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് നീ ഇത് നേരത്തെ തുടങ്ങി പ്ലാൻ ചെയ്ത് പദ്ധതി ഒരുക്കി വന്നേക്കണവനാണെന്നല്ല എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ. ഇവിടെയുള്ള നാട്ടുകാർക്ക് മനസ്സിലായിപ്പത് ഇവൻ കോൺഗ്രസിന് വേണ്ടിയിട്ട് നിന്നയച്ചതാണെന്ന്. ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് ഇവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാവരും നിന്ന ഒരു സമയത്ത് ഇവനെ അംഗീകരിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഇവൻ ഈ രാഷ്ട്രീയം കളിക്കുന്നു. ഇവൻ മാത്രമല്ല ഇവന്റെ കൂടെ നിൽക്കണ എല്ലാവരും ഈ കോൺഗ്രസിന്റെ ആൾക്കാരാണെന്ന് ഇപ്പൊ വ്യക്തമായില്ലേ. ചതിക്കായിരുന്നില്ലേ ഇവൻ ഈ നാടിനെ ചതിക്കായിരുന്നു. ഇത്രയും ഈ 610 കുടുംബങ്ങളെ ഇവൻ ചതിക്കായിരുന്നു. അതെല്ലാവർക്കും ഇപ്പൊ വ്യക്തമായി. ഇവന് വോട്ടും ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ എവിടെ നിന്നാണ് വോട്ട് കിട്ടണം? ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ കുറെ അധികം ആൾക്കാർ ഇപ്പൊ BJPയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുക. ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും. കാരണം എന്താണ്? ഈ കോൺഗ്രസിന്റെ ചതി ഇപ്പൊ എല്ലാ നാട്ടുകാരും ലോകത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായി. ഈ ഇന്ത്യയിലുള്ള ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാനല്ലേ ഉള്ളു. ബീഹാറിൽ നടന്ന ഇത് 200 ജില്ലാ വോട്ടിന് 202 സീറ്റ് അവർക്ക് കിട്ടി. അപ്പൊ എന്താണ് കാരണം? എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു കോൺഗ്രസിന്റെ ചതി. ഞങ്ങളാ ഈ 95-ലും 2013-ലൊക്കെ ഇവര് ചതി ചെയ്തു വെച്ചേക്കണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ല. ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് അതൊക്കെ മനസ്സിലാകണത്. നമസ്കാരം. ചേട്ടാ, ഇപ്പോ ഈ മുൻപത്തെ സമരസമിതി കൺവീനർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണമാണ്, യാഥാർത്ഥ്യമാണെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്താണ് ഒരു മുൻപത്തെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ താങ്കളൊരു പ്രതികരണം? അതിന് ബെന്നിയുടെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് പറയാനുള്ളതേ, ബെന്നി എൻ്റെ അയലന്തരോ എൻ്റെ സുഹൃത്തും കാരണന്മാരായിട്ടൊക്കെ വലിയ അടുപ്പമുള്ള ആളാണ്. പക്ഷേ ബെന്നിയെ പറ്റി പറയാനുള്ളതേ, ബെന്നി രാഷ്ട്രീയ ബിസിനസ്സുകാരനാണ്. കാശ് കിട്ടിയാൽ വേണമെങ്കിൽ നാളെ BJPയിലോട്ടും ചേരും, കോൺഗ്രസിലോട്ട് വരും, മാർക്സിലോട്ട് പോകും. അപ്പോൾ അതാണ് ബെന്നിയുടെ കാര്യം. എന്നോട് 2 ആഴ്ചക്ക് മുമ്പ് ബെന്നി എന്നോട് ചോദിച്ചാണ്, നമ്മുടെ പാർട്ടി വിജയിക്കൂലേ, BJPക്ക് പ്രവർത്തിക്കുകയാണ് ഞങ്ങൾ, അപ്പം എന്നോട് വിജയിക്കൂലേ, നമ്മുടെ പാർട്ടി ജയിക്കൂലേ? അവൻ ജയിക്കും. ഞങ്ങൾ ഭൂരിപക്ഷം 150 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി, എന്നോട് ചോദിച്ചതെന്നാണ്, അഞ്ചാരനല്ലേ? അപ്പോൾ അവന് ഇതല്ല ഇതിൻ്റെ അപ്പുറത്തേം കാണിക്കും. നമുക്കറിയാം ഈ പ്രശ്നം വന്നപ്പോൾ വില്ലേജിൽ പോയി വന്ന് ഈ പ്രശ്നം തുടങ്ങിയപ്പോൾ ഞങ്ങളോട് 2 പേരുടെ കൂട്ടുകാരനോട് എന്നോട് പറഞ്ഞെന്നാന്നോ, നിങ്ങൾ പൊതുയോഗം വിളിക്കാൻ എന്നെ മുമ്പിൽ നിർത്തണോട്ടാന്നാണ് പറഞ്ഞത്. പൊതുയോഗം വിളിക്കുമ്പേ എന്നെ മുൻസ്ഥാനത്ത് നിർത്തണമെന്ന്. ലക്ഷ്യം എന്താണ്? ഒറ്റുകാരനാണ്. ആ ഒറ്റുകാരനാണ് കിരൺജിജു ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് 3 ചുണ്ട് തീർത്ത് തരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടൊരു ഗുണമില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പം മനസ്സിലായില്ലേ? ആ ആളെ ഇപ്പം മനസ്സിലായില്ലേ? ഈ കൂടുതൽ എന്ത് ഇനി മനസ്സിലാക്കാനാണ്? അത് കുറേ ആളുകളുണ്ട് ഇവിടെ, അവർക്കൊന്നും മനസ്സിലാവില്ല. ഞങ്ങൾക്കറിയാം ബെന്നീന നമ്മുടെ സുഹൃത്താണ്. പക്ഷെ ആളുണ്ടല്ല, ബിസിനസ്സുകാരൻ, രാഷ്ട്രീയ ബിസിനസ്സുകാരനാണ്. എനിക്ക് എത്ര പറയാനുള്ളൂ. സാധാരണ ജനങ്ങളുടെ ഒരു പ്രതികരണം എന്തായിരിക്കും വോട്ടൊക്കെ ചോദിച്ചു ചെന്നാല്? അങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ ജനങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾ മനസ്സിലാക്കേണ്ട ആളുകൾ മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്തോളും. ഞങ്ങളോട് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയോടത്തോളം ഞങ്ങൾക്ക് നല്ല പ്രതികരണമാണ് തന്നേക്കണം. നിങ്ങൾ ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്നാ പറഞ്ഞേക്കണം. ഈ LDFിൻ്റെ ആളും കോൺഗ്രസ്സുകാരും ഞങ്ങൾ BJPക്കാരായി. പക്ഷെ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ഞങ്ങൾ ഒരു വാക്ക് മാറില്ല. വാക്ക് മാറിയാൽ എന്ത് മാറുമെന്നാണ് പറഞ്ഞത്? ഒരർത്ഥമുണ്ടല്ലോ. അതാണ് ഇത്ര പറയാനുള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഈ ഒരു പ്രചരണം കേട്ടിട്ടുണ്ടാവുമല്ലോ, എന്താണ് പ്രതികരണം? എന്താണ്
പ്രചാരണം ഇപ്പൊ ഇവിടെ ഈ പള്ളി അങ്കണത്തില് ഒരു രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്. ഏത് ഈ സമരം തുടങ്ങിയത് പള്ളി അങ്കണത്തിൽ ഈ ഒരു സമരം തുടങ്ങി ഫാദറും ഈ കാര്യത്തിന് അനുകൂലിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത്. പക്ഷെ കൺവീനറും ഇതിന്റെ ചെയർമാനും ഒക്കെ കൂടി ഒരു കളി വേറെ കളിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ പരിപാടി ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. 400 ദിവസമായി, 400 ദിവസം കഴിഞ്ഞ് ഈ സമരം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഒരു തീരുമാനം നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റിൽ നിന്ന് ഇത് ഉണ്ടായിട്ടില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോ അതേ പാർട്ടിയിൽ ആള് ചെക്കേറാൻ തുടങ്ങിയാണ്. ഇപ്പൊ കൺവീനറെ എടുത്തു വെച്ചേക്കാണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാൻ പോണെന്ന് പറഞ്ഞ്. ഇതെന്ത് കളിയെന്ന് നമുക്ക് മനസ്സിലാകണില്ല. ഇവിടുത്തെ ഈ കടപ്പുറത്ത് 610 വീട്ടുകാരെ ഇട്ടുകൊണ്ടുള്ള കളി അങ്ങാടും കൂടിയിട്ട് കളിക്കണം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ചതിയാണ്. ഭയങ്കര ചതിയാണ്. അറിയാമോ? ഞങ്ങൾ ഇനി വെള്ളത്തിൽ കിഴക്കുവശവും വെള്ളം, പടിഞ്ഞാറുവശവും വെള്ളം. ഞങ്ങൾക്ക് അടിയില്ല മൂടും ഇല്ലാണ്ട് ഒരു കിടപ്പാണ് ഇപ്പൊ വന്നേക്കണത്. ഈ ചെയർമാനും ഇപ്പോഴുള്ള മറ്റുള്ള കൺവീനർമാര് എല്ലാവരും കൂടി ഒരു ചതി എന്ന് പറയുന്നത് ഭയങ്കര കൊലച്ചതി ചെയ്തേക്കുന്നത്. പേരെന്തായിരുന്നു? അതിപ്പോ പേരെന്തായിരുന്നു? റോയ്. ചേട്ടാ, ഇപ്പോ ഈ നിങ്ങളുടെ മുനമ്പ സമരസമിതി കൺവീനർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവുന്നു എന്ന് പറഞ്ഞല്ലോ, എന്താണ് പ്രതികരണം? എന്താണ് പ്രതികരണം? അവനിപ്പോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണെങ്കിൽ, കോൺഗ്രസ് ആണ് ഭരിക്കുന്ന കാലത്താണ് ഈ സംഭവം, ഞങ്ങളുടെ കൊലക്കൊടുക്കാനുള്ള സംഭവം വരുത്തി വെച്ചത്. അപ്പൊ ഇന്നിപ്പോ അവൻ കൺവീനറാണ് ഇവിടുത്തെ എന്ന് പറയണ്. അയാളിപ്പോ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഭൂസംരക്ഷണ സമിതി ആരുടെ കൂടെയാണ്? നാട്ടുകാരുടെ കൂടെയാണോ വക്കപ്പിന്റെ കൂടെയാണോ? അതാണ് നമുക്ക് അറിയേണ്ടത്.